തുടങ്ങാം. എക്സ്റ്റേണൽ സെക്ടർ. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാ ചാപ്റ്റർ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടറിൽ എന്തായാലും 1-2 ചോദ്യങ്ങൾ ഉറപ്പാണ്. കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ചോദ്യം വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയയാണ് എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ സെക്ടറിൽ നമ്മൾ ഈ എൻറ്റയർ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, BOP. ഓക്കെ, എന്താണ് BOP, എന്താണ് ഒരു BOP ഷീറ്റ്? നിങ്ങൾ ഇതുവരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമല്ലോ ചെയ്തോ? ഇത് ഈ ചാപ്റ്റർ എക്സാമിനൊക്കെ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടില്ലേ? കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ലല്ലോ, അങ്ങ് ഇങ്ങോട്ടൊക്കെ എന്തോ തട്ടിത്തടവി പോയതല്ലേ? അപ്പൊ എന്താണ് BOP? നമ്മളൊരു BOP ഷീറ്റ് പരിചയപ്പെടും. ഒരു BOP ഷീറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? അപ്പൊ BOP ഷീറ്റിനകത്ത് നമ്മൾ 2 തരം അക്കൗണ്ട്സ് പരിചയപ്പെടും. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എന്ന് പറഞ്ഞിട്ടുള്ള 2 തരം അക്കൗണ്ടുകൾ പരിചയപ്പെടും. ഓക്കെ, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എന്ന് പറഞ്ഞിട്ട് 2 തരം. കറണ്ട് അക്കൗണ്ടിൽ കുറെ കമ്പോണന്റുകൾ ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറെ കമ്പോണന്റുകൾ ഉണ്ട്. അപ്പൊ ഓരോ കമ്പോണന്റുകളും എന്താണ്, അതിനകത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനം ഡെഫിസിറ്റ്സ്. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്, എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് ഇന്ത്യയുടെ ഫോറക്സുമായിട്ട് ബന്ധപ്പെട്ട, ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്. പിന്നെ ഇന്ത്യയുടെ അല്ല, ജനറലി ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിവാലുവേഷൻ, റിവാലുവേഷൻ കൺസെപ്റ്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത്. പിന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഒരു ബേസ് ഉണ്ടെങ്കിൽ മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരം ഒരു ചാപ്റ്റർ ആണ് എക്സ്റ്റേണൽ സെക്ടർ. ഈസി ചാപ്റ്റർ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ളതാണ്. BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്, പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? 2011-ലോ 13-ലോ മറ്റോ UPSC ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഓഫ് ആൻ എക്കോണമി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോ ഒരു ഇക്കോണമി റെസ്റ്റ് ഓഫ് ദ വേൾഡുമായി നടത്തുന്ന എല്ലാത്തരം എക്കണോമിക് ട്രാൻസാക്ഷൻസും അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ്, അതിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇക്കോണമി അതിന്റെ റെസ്റ്റ് ഓഫ് ദ വേൾഡുമായി നടത്തുന്ന ട്രാൻസാക്ഷൻസ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാനിവിടെ പറഞ്ഞത് എന്താണ്? ഒരു ഇക്കോണമി റെസ്റ്റ് ഓഫ് ദ വേൾഡുമായി നടത്തുന്ന ട്രാൻസാക്ഷൻസ്. ഇക്കോണമി എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റ് മാത്രമാണോ ഉള്ളത്? അല്ല, പ്രൈവറ്റും ഉണ്ട്, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഗവൺമെന്റും റെസ്റ്റ് ഓഫ് ദ വേൾഡും മാത്രമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണോ അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉള്ളത്? അല്ല. പിന്നെയോ ഒരു ഇക്കോണമിയാണ്, അല്ലെ? അപ്പം റെസിഡൻസ് ഓഫ് ദ കൺട്രിയും റെസ്റ്റ് ഓഫ് ദ വേൾഡും ആയി നടത്തുന്ന ട്രാൻസാക്ഷൻസും ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. നമ്മളും റെസ്റ്റ് ഓഫ് ദ വേൾഡും. US നിന്ന് ഈ സാധനം ഇമ്പോർട്ട് ചെയ്തു, ഒരു US പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. US പ്രൊഡക്റ്റ് ആണ് ഇത്, US നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു, അല്ലെ? ഒരു പ്രൈവറ്റ് ഒരു കമ്പനി അല്ലേ ഈ സാധനം മേടിച്ചേക്കുന്നത്? ഗവൺമെന്റ് ആണോ ഇത് മേടിച്ചേക്കുന്നത്? അല്ല. പക്ഷെ ഇതും ട്രാൻസാക്ഷൻസിൽ വരും, ഇതും BOP ഷീറ്റിൽ ലിസ്റ്റഡ് ആണ്. മനസ്സിലായോ? സോ ഒരു ഇക്കോണമിയും റെസ്റ്റ് ഓഫ് ദ വേൾഡും തമ്മിലുള്ള എല്ലാ ഇക്കണോമിക് ട്രാൻസാക്ഷൻസും സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്, അതാണ് എന്ത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന് എത്ര പൈസ ഇങ്ങോട്ട് വരുന്നുണ്ട്? നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തുനിന്ന് എത്ര പൈസ ഇങ്ങോട്ട് വരുന്നുണ്ട് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എത്ര സാധനം അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അല്ലെ? അവിടുന്ന് എത്ര സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ എത്രയാണ്? അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്രയുണ്ട്? ഇതെല്ലാം ഈ ഷീറ്റിനകത്ത് ലിസ്റ്റഡ് ആണ്. ഓക്കെ ആണോ? ഇനി ദ കമ്പൈലേഷൻ ആൻഡ് ഡിസെമിനേഷൻ ഓഫ് BOP ഡേറ്റ ഇസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു BOP ഷീറ്റ് കമ്പൈൽ ചെയ്യുന്നതും ഡിസെമിനേറ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, RBI ആണ്. ഓക്കെ ആണോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇക്കോണമി വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നാണ്. അതിനോടൊപ്പം ഇങ്ങനെയും ഒരു സാധനം ഉണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് എ കൺട്രി ഇസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഇതും ശരിയാണ്. ഓക്കെ ആണല്ലോ? ഇനി ഇതാണ് ഒരു BOP ഷീറ്റ് എന്ന് പറയുന്നത്, ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ്. ഈ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരാ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഒരു BOP ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഷീറ്റിൽ ആദ്യം നിങ്ങൾ എടുത്ത ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കറണ്ട് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം അതിനു മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, കറണ്ട് അക്കൗണ്ടിനകത്ത് കുറച്ച് കമ്പോണന്റുകൾ ഉണ്ട്.
ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് കുറച്ച് കമ്പോണന്റുകളുണ്ട്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കറണ്ട് അക്കൗണ്ട് കമ്പോണന്റ്, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കമ്പോണന്റ് എന്നുള്ള തരത്തിൽ UPSC നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ ഈസി ഫ്രെയിമിംഗ് ആണ്. ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ തോന്നുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞതാണ് ആ ടൈപ്പ് ഓഫ് ഫ്രെയിമിംഗ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. ഇവിടെ ഒരു BOP ഷീറ്റില് ആദ്യം കറണ്ട് അക്കൗണ്ട്. അപ്പൊ കറണ്ട് അക്കൗണ്ടില് നോക്കിക്കേ, 6 കമ്പോണന്റുകളാണ് കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 6 കമ്പോണന്റ്, 6 കമ്പോണന്റ്സ്. 1 എക്സ്പോർട്സ്, ഓക്കെ. 2 ഇമ്പോർട്ട്സ്, ഓക്കെ. 3 ട്രേഡ് ബാലൻസ്, ഓക്കെ. 4 ഇൻവിസിബിൾസ്, ഓക്കെ. ആ ഇൻവിസിബിൾസിനകത്ത് സർവീസസ് ഇൻകം ട്രാൻസ്ഫേഴ്സ്, SIT, ഓക്കെ. പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ബാലൻസ്, കറണ്ട് അക്കൗണ്ട് ബാലൻസ്. ഓക്കെ ആണോ? കറണ്ട് അക്കൗണ്ടിന്റെ കമ്പോണന്റുകൾ ഇത്രയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നോക്കിക്കേ. ക്യാപിറ്റൽ അക്കൗണ്ടില് എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോവിംഗ്സ്, ഷോർട്ട് ടേം ക്രെഡിറ്റ്, ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് വിച്ച് NRE ഡെപ്പോസിറ്റ്സ്, നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ്സ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അതിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്രയും സാധനങ്ങൾ പഠിച്ചിരുന്നാൽ മതി. അപ്പൊ ഇത് കറണ്ട് അക്കൗണ്ടിന്റെ കമ്പോണന്റുകൾ ഏതാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കമ്പോണന്റുകൾ ഏതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത് ഇക്കണോമിക് സർവേയിൽ വന്നിട്ടുള്ള ഒരു BOP ഷീറ്റ് ആണ്. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചുമ്മാ ഇങ്ങനെ വലിച്ചു വാരി എഴുതിയേക്കുന്നതിനെക്കാട്ടിലും ഒരു ഓർഡർ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്നുള്ളതാണ്. ഒറ്റ കാര്യമുള്ളൂ, കറണ്ട് അക്കൗണ്ടില് യൂണിലാറ്ററൽ ട്രാൻസാക്ഷൻസ് ആയിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. എന്തുവാ യൂണിലാറ്ററൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒറ്റ തവണ കൊണ്ട് ആ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു സാധനം മേടിച്ചു, അതിന്റെ പൈസ കൊടുത്തു, കഴിഞ്ഞു. നമ്മളൊരു സാധനം വിറ്റു, അതിന്റെ പൈസ നമ്മൾ വാങ്ങി, കഴിഞ്ഞു. ഇങ്ങനെ ഒറ്റ തവണ കൊണ്ട് പേയ്മെന്റ് തീരുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻ. അതിന് വലിയ തുകയൊന്നും നമുക്ക് ചെലവാകുന്നില്ല, വലിയ രീതിയിലുള്ള തുകയൊന്നും ചെലവാകുന്നില്ല. എന്ന് വെച്ചാൽ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ തുക ആവുന്നില്ല. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ കറണ്ട് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് അതർ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. അപ്പൊ ഒരു സാധനം US നിന്ന് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, അല്ലെ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം ജപ്പാനിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം എവിടെയാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്? BOP ഷീറ്റിലെ കറണ്ട് അക്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണോ? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോ ഒന്നിലധികം തവണ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അതായത് ഞാനെന്നല്ല, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് IMF ന്ന് ഒരു ലോൺ എടുത്തു. ആ ലോൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ ഓരോ മാസം അതിന്റെ പലിശ അടയ്ക്കും, അല്ലെ ഇത്ര ഇടവേളകൾ അതിന്റെ പലിശ അടയ്ക്കും, അല്ലെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അത് മാത്രമല്ല വലിയ തുകയാണ് അവിടെ ആ ട്രാൻസാക്ഷനിൽ ഉപയോഗിക്കപ്പെടുന്നത്, വലിയ തുകയാണ്. നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ കണ്ടതുപോലെ ഒറ്റ തവണത്തെ ട്രാൻസാക്ഷനിൽ ചെറിയ തുകയല്ല, കമ്പയറിംഗ് വിത്ത് ദാറ്റ് ഇവിടെ വലിയ തുകയാണ്. അപ്പൊ അത്തരത്തിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വലിയ വലിയ ട്രാൻസാക്ഷൻസ് ആണ് എവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ഒരു BOP ഷീറ്റ് എന്ന് പഠിച്ചു, എന്താണ് കറണ്ട് അക്കൗണ്ട് എന്ന് പഠിച്ചു, എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പഠിച്ചു. ഓക്കെ ആണോ? കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും BOP ഷീറ്റും. ഓക്കെ ആണോ? ശരി, ഇനി നമ്മള് കറണ്ട് അക്കൗണ്ടിന്റെ കമ്പോണന്റുകളാണ് നോക്കാൻ പോകുന്നത്. ഇനി കമ്പോണൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിന്റെ കമ്പോണന്റ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? കറണ്ട് അക്കൗണ്ടിന്റെ കമ്പോണൻസിൽ വരുന്നത് ഓൾറെഡി പറഞ്ഞു, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ട്രേഡ് ബാലൻസ്, ഇൻവിസിബിൾസ്, കറണ്ട് അക്കൗണ്ട് ബാലൻസ്. ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വരെ പോണോ? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു സാധനം നമ്മൾ പുറത്തൊരു രാജ്യത്തേക്ക് വിൽക്കുന്നു, അതാണ് എക്സ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇല്ലാത്തതൊന്നും നിർബന്ധമൊന്നുമില്ല, നമ്മളൊരു സാധനം പുറത്തൊരു രാജ്യത്തു നിന്ന് മേടിക്കുന്നു, ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, അതാണ് ഇമ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇതിന് നമ്മുടെ രാജ്യത്തിന് നല്ലത് ഏതാ? അല്ലെ, നമുക്ക് പൈസ കിട്ടുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് വഴിയല്ലേ. അപ്പൊ നമ്മുടെ രാജ്യത്തിന് എക്സ്പോർട്ട് അല്ലേ നല്ലത്, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്,
നമ്മുടെ ഇക്കോണമിയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ഓറിയന്റഡ് ആണെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെ, നമ്മൾ അഗ്രി എക്സ്പോർട്ട് പോളിസി 2018 വന്ന അഗ്രി എക്സ്പോർട്ട് പോളിസിയിൽ പറയുന്ന ഒരു കാര്യമാണിത്. എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ പറയുന്നത് ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ് അല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്തിനെ ഫ്യൂൽ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ. ഈ ഇമ്പോർട്ട് വേണ്ട എന്നല്ല, ഇമ്പോർട്ട് വേണം. പക്ഷെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടി നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കൂടുതൽ പൈസ ചെലവാക്കുകയാണ് സാധനം മേടിക്കാൻ വേണ്ടി. നമുക്ക് എക്സ്പോർട്ട് വഴി കിട്ടുന്ന പൈസയേക്കാൾ കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് സാധനം മേടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ട് കുറവും എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടും എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ചെലവാകുന്നു എന്നല്ലേ? ഇതല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ചെലവാകുന്നു അല്ലെ. നമ്മുടെ ഇമ്പോർട്ട് കൂടുതലാണ് എക്സ്പോർട്ടിനേക്കാളും എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ശരിക്കും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ അല്ലെ. അപ്പോ നമ്മളിപ്പം നിങ്ങൾ NCERT-യിൽ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ അതിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു ടേം ഉണ്ട്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. കേട്ടിട്ടുണ്ടോ? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. ഞാൻ ഇപ്പൊ ഈ പറയുന്ന ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, കുറച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെറുതെ പറയുന്നേ ഉള്ളൂ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ന് പറഞ്ഞൊരു കൊമോഡിറ്റി നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൊമോഡിറ്റിനെ ഇമ്പോർട്ട് ചെയ്യേണ്ട വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ സാധനം ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് അർത്ഥം അല്ലെ. സോ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസീസ് എന്ന് പറയുന്നത്, അതേസമയം എക്സ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്ന് പറയാമോ? ഇല്ല. മനസ്സിലായോ? ടേംസ് ഫ്രെയിം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നല്ലതാണ്, കാരണം സെൽഫ് റിലയന്റ് ആവാൻ വേണ്ടി ഇപ്പൊ നമ്മള് എക്കണോമിക് പോളിസി ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട 91-ലൊക്കെ നിങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. ഓക്കെ, അപ്പൊ ഒരു ഇക്കോണമിയിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട് എങ്കിൽ, അതായത് ട്രേഡ് നടക്കുന്നുണ്ട് എങ്കിൽ ആ ഇക്കോണമി ഒരു ഓപ്പൺ ഇക്കോണമി ആയിരിക്കും. മനസ്സിലായോ? ഗുഡ്സും സർവീസസും ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ ഇക്കോണമി ഒരു ഓപ്പൺ ഇക്കോണമിയാണ്. ഇനി നടക്കുന്നില്ലെങ്കിലോ ഇതൊരു ക്ലോസ്ഡ് ഇക്കോണമിയാണ്. ഓക്കെ ആണോ? ഓപ്പൺ ഇക്കോണമി എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ കൺസെപ്റ്റുകൾ നോക്കാം. എക്സ്പോർട്ട്, ഇമ്പോർട്ട്. ആദ്യം നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് നോക്കാം. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു നോക്കാം. എക്സ്പോർട്ട് ഇമ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടെക്നിക്കലായിട്ട് പറയാനാണെങ്കിൽ റെസിപ്റ്റ്സ് അഗൈൻസ്റ്റ് എക്സ്പോർട്ട് ഓഫ് മെർക്കന്റൈസ് ഗുഡ്സ് ടു അതർ കൺട്രീസ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ഒരു BOP ഷീറ്റ് കണ്ടായിരുന്നു. ഈ BOP ഷീറ്റില് ഇവിടെ എക്സ്പോർട്സ്, ഇവിടെ ഇമ്പോർട്ട്സ്, അത് കഴിഞ്ഞ് ഇവിടെ സർവീസസ്, ഇൻകം ട്രാൻസ്ഫേഴ്സ് എന്നാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ 1ഉം 2ഉം കമ്പോണൻസ് എന്ന് പറയുന്നത് ഗുഡ്സിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഇവിടെ സർവീസസ് ഇൻക്ലൂഡഡ് അല്ല. 1ലും 2ലും സർവീസസ് ഇൻക്ലൂഡഡ് അല്ല. സർവീസസിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇവിടെയാണ് BOP ഷീറ്റിൽ പറയുന്നത്. മനസ്സിലായോ? എത്ര സർവീസസ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, എത്ര സർവീസസ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഒരു സർവീസ് ആണ് അല്ലെ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സർവീസ് ഇന്ത്യ എത്ര വിൽക്കുന്നുണ്ട്, ഇന്ത്യ പുറത്തുനിന്ന് എത്ര വാങ്ങുന്നുണ്ട്, അതാണ് സർവീസ് എക്സ്പോർട്ട്, സർവീസ് ഇമ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ 1ഉം 2ഉം കമ്പോണന്റുകളിൽ സർവീസസിന്റെ എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ പറ്റി പറയുന്നില്ല. പകരമോ ഗുഡ്സിന്റെ മാത്രമേ പറയുന്നുള്ളൂ. സോ ഒരു BOP ഷീറ്റിലെ ഒന്നാമത്തെ കമ്പോണന്റ് എക്സ്പോർട്ട് ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് ഇമ്പോർട്ട് ആണ്. ഒന്നാമത്തെ കമ്പോണന്റിൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിനെ പറ്റിയാണ് പറയുന്നത്, രണ്ടാമത്തെ കമ്പോണന്റിൽ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ ആണോ? സർവീസസ് പറയുന്നില്ല. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എക്സ്പോർട്ട് കുറവാണ് ഇമ്പോർട്ടിനേക്കാളും. ഓക്കെ ആണോ? ഇന്ത്യയിൽ എക്സ്പോർട്ട് കുറവാണ്, അതായത് 1ഉം 2ഉം എക്സ്പോർട്ട് കുറവാണ് ഇമ്പോർട്ടിനേക്കാളും. ഓക്കെ ആണോ? അപ്പൊ ഇനി എങ്ങനെ പറയാം? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് കുറവാണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിനേക്കാളും. ഇങ്ങനെ പറഞ്ഞൂടെ? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് കുറവാണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിനേക്കാളും അല്ലെ. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് കൂടുതലാണ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിനേക്കാളും. ഓക്കെ അല്ലെ? മനസ്സിലായോ? ഇനി
നമ്മള് സർപ്ലസ് ഡെഫിസിറ്റ് കൺസെപ്റ്റുകൾ ഓൾറെഡി ഡെഫിസിറ്റ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതുകൊണ്ട് ട്രേഡ് ഡെഫിസിറ്റ് എന്താണ്, ട്രേഡ് സർപ്ലസ് എന്താണെന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അടുത്ത കൺസെപ്റ്റ് പരിചയപ്പെടുന്നത്, മൂന്നാമത്തെ കൺസെപ്റ്റ് പരിചയപ്പെടുന്നത് ട്രേഡ് ബാലൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ട്രേഡ് ബാലൻസ്. ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രേഡ് സർപ്ലസിലാണോ ട്രേഡ് ഡെഫിസിറ്റിലാണോ എന്നുള്ളതാണ്. ഓക്കെ, ട്രേഡ് സർപ്ലസിലാണോ ട്രേഡ് ഡെഫിസിറ്റിലാണോ. അപ്പൊ നമുക്കറിയാം എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാണ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർപ്ലസ് കണ്ടീഷൻ ആണ്. ഇനി തിരിച്ച് എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലും എന്ന് പറയുന്ന അവസ്ഥയോ ഡെഫിസിറ്റ് ആണ്. ഇതാണ് ട്രേഡ് ബാലൻസിൽ പറയുന്നത്. അപ്പൊ ട്രേഡ് ബാലൻസിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഗുഡ്സിന്റെ മാത്രമേ പറയുന്നുള്ളൂ, സർവീസസ് അവിടെ ഇൻക്ലൂഡഡ് അല്ല. സോ എവിടെയൊക്കെ നിങ്ങൾ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്ന സംഭവം കേൾക്കുന്നോ അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ അവിടെ ഗുഡ്സിന്റെ എക്സ്പോർട്ടിനെ പറ്റിയും ഗുഡ്സിന്റെ ഇമ്പോർട്ടിനെ പറ്റിയും മാത്രമേ പറയുന്നുള്ളൂ. സർവീസസ് അവിടെ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ വേറൊരു കാര്യം, ജനറലി നമ്മൾ ഓരോ അക്കാഡമീസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ 99% ഓഫ് ദ ടൈം ട്രേഡ് ഡെഫിസിറ്റും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെ UPSC ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഏത് അർത്ഥത്തിലാണ് അവർ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. UPSCയുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ജിയോ സയന്റിസ്റ്റ് എക്സാമില് ഒരു രാജ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്പോർട്ട് ആ രാജ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഇമ്പോർട്ടിനേക്കാൾ കുറവാണെങ്കിൽ താഴെ പറയുന്ന എന്ത് ഡെഫിസിറ്റ് ആണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് 4 ഓപ്ഷൻസ് ആണ്. അതിൽ ഒരെണ്ണം ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്, 2 ട്രേഡ് ഡെഫിസിറ്റ്, 3 കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, പിന്നെ ഏതോ ഒരു ഡെഫിസിറ്റോടെ ചോദിച്ചിട്ടുണ്ട്, പിൻ ഡെഫിസിറ്റ്, അങ്ങനെ എന്തോ ഒരു ഡെഫിസിറ്റ് ഒരു ഓപ്ഷനിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഓർത്തോണം, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് മാത്രമാണ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാലാണ് ഗുഡ്സും സർവീസസും കൂടെ വരും. നമ്മൾ താഴേക്ക് വരുമ്പോൾ പഠിക്കും. ഇത്ര ഓക്കെയാണ്. ഇതാണ് ഇതിന്റെ ജനറൽ സാധനം. ഇത്രേ ഉള്ളൂ ജനറലി ഇതിനകത്ത് പറയാനുള്ളത്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് ഓരോ സാധനങ്ങൾ നോക്കാം. എക്സ്പോർട്ട് എന്താണെന്ന് അറിയാം. ഇനി എക്സ്പോർട്ട് പെർഫോമൻസ് ഒന്ന് നോക്കിക്കേ. ജസ്റ്റ് അത് നമ്മുടെ എക്കണോമിക് സർവേ ആണ്, ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ എക്കണോമിക് സർവേ ആണ്. അപ്പോ വേൾഡ് മെർക്കൻഡൈസ് എക്സ്പോർട്ട്, അതായത് വേൾഡ് ഗുഡ്സ് എക്സ്പോർട്സിൽ ഇന്ത്യയുടെ ഷെയർ എത്രയാണ് എന്നുള്ളത് നോക്കാം. 1.7, 1.6, 1.8. മനസ്സിലായത്? ഗ്ലോബൽ ട്രേഡ് ഓഫ് ഗുഡ്സിൽ ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് ഏറ്റവും റീസെന്റ് സാധനം നമുക്ക് നോക്കാം, ഏകദേശം 1.8 ആണ്. അതായത് 2% താഴെയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ ഓരോന്നിനെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ ഇമ്പോർട്ടില് നോക്കിക്കേ, ടോട്ടൽ ഇമ്പോർട്ട്സിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, എല്ലാ ഓപ്പൺ ഇക്കോണമീസും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ പെർസെന്റേജ് നോക്കുമ്പോൾ ഇന്ത്യ ടോട്ടൽ ഇമ്പോർട്ടിന്റെ 2.5% ആണ് ഇന്ത്യ നടത്തുന്നത്. മനസ്സിലായോ? ടോട്ടൽ ഗ്ലോബൽ ഇമ്പോർട്ടിന്റെ പല രാജ്യങ്ങളും പല സ്ഥലത്തുനിന്നും പല സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഇമ്പോർട്ടിന്റെ 2.5% ഇന്ത്യയിലേക്കാണ് നടക്കുന്നത്. അതേപോലെ ടോട്ടൽ എക്സ്പോർട്ടിന്റെ കൊടുത്തിട്ട് കണ്ടോ 21. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ റാങ്ക് ആണ് കേട്ടോ, ജസ്റ്റ് റാങ്ക് ഇൻ വേൾഡ് ട്രേഡ് ആണ്. ഇതിപ്പോ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഈ സാധനം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം. ടോട്ടൽ എക്സ്പോർട്ടിന്റെ 1.8, ടോട്ടൽ ഇമ്പോർട്ടിന്റെ 2.5. ഇത് കഴിഞ്ഞ വർഷം എക്കണോമിക് സർവേ എടുത്ത സമയത്ത് ബജറ്റ് സർവേയുടെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. 2023 UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്ലോബൽ എക്സ്പോർട്ടിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇന്ത്യ പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളത്. അസേർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് ഈ എന്റെ സ്ലൈഡിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനം സമയം ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സമയം കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴത്തെയും പോലെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാതിരുന്നതാണ്. മനസ്സിലായോ? എക്സ്പോർട്ടിന്റെ ഷെയർ ഇമ്പോർട്ടിന്റെ ഷെയർ എത്രയാണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത കൺസെപ്റ്റ് അല്ല, UPSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ്? ഏറ്റവും കൂടുതൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇന്ത്യയുടെ ടോപ്പ് മോസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണോ? ടോപ്പ് 10 എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാ? ഒന്ന് USA. ഇന്ത്യ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് US-ലേക്കാണ്. ഓക്കെ ആണോ? ഇന്ത്യ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് US-ലേക്കാണ്. ഒരു കാര്യം കൂടി അഡീഷണലി മനസ്സിലാക്കുക, ഈ ടോപ്പ് 10 കൺട്രീസിൽ എക്സ്പോർട്ട് കൺട്രീസിൽ ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് 10 ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ, ഇപ്പൊ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്നവരെ നമുക്ക് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ എക്സ്പോർട്ടും നടത്തുന്നുണ്ട്, നമ്മൾ ഇമ്പോർട്ടും നടത്തുന്നുണ്ട്.
നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് എവിടേക്കാന്ന് അറിയാമോ? പറഞ്ഞല്ലോ, USA. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടുന്നാ അറിയാലോ? ചൈനയിൽ നിന്ന്. അതുകൊണ്ടാണ് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഒരു കറണ്ട് അക്കൗണ്ട് സർപ്ലസ് കണ്ടീഷൻ വിറ്റ്നസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞത്. കാര്യം എന്താ? ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ആ സമയത്ത്? ഇല്ല. അപ്പൊ നമ്മുടെ ഇമ്പോർട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഓക്കെ, അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് US-ലേക്കാണ്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നത് പല രാജ്യങ്ങളിലേക്ക് നമ്മൾ വിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യ പല രാജ്യങ്ങളുമായും ട്രേഡ് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യ ഈ രാജ്യങ്ങളിലേക്ക് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് US-ലേക്കാണ്. ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സാധനങ്ങൾ വരുന്നുണ്ട്, ഇമ്പോർട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് ചൈനയിൽ നിന്നും. മനസ്സിലായോ? അപ്പൊ ഇനി മനസ്സിലാക്കിക്കൊള്ളുക, റീസെന്റ് ആയിട്ട് ഇത്രയും കാലം ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഇന്ത്യ US-ലേക്ക് കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ, ഇത്രയും നാളത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ US-ലേക്ക് കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ചൈനയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു 2-3-4 വർഷം മുന്നേ വരെ. പക്ഷെ ഇപ്പൊ സ്ഥിതി വ്യത്യസ്തമായി, തിരിച്ചായി. ഓക്കെ, ഇന്ത്യയുടെ മേജർ ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇപ്പൊ US ആണ്. നേരത്തെ ചൈന ആയിരുന്നു. മനസ്സിലായോ? ഈ ട്രേഡിംഗ് പാർട്ട്ണർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നതേ ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട് ആയാലും ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഏത് രാജ്യമായിട്ടാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യ US-ലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, അവിടുന്ന് ചൈനയിലേക്ക് കുറെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ അളവായിരുന്നു കൂടുതൽ. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല, കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കൂടുതലാണ്. കാരണം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നമ്മൾ കുറെയൊക്കെ കട്ട് ചെയ്തു. അതും ഒരു കാരണമാണ്, പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഇന്ത്യയുടെ മേജർ ട്രേഡിംഗ് പാർട്ണർ നിലവിൽ ചൈനയല്ല, അത് US ആണ്. അതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ മേജർ ട്രേഡിംഗ് പാർട്ണർ നിലവിൽ ചൈനയല്ല, അത് US ആണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഇതിന്റെ ഡേറ്റയൊക്കെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. ഗവൺമെന്റ് ഡേറ്റ തന്നെ ഉണ്ട്, പിന്നെ പല ആർട്ടിക്കിൾസ് ഉണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ ടോപ്പ് 10 ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇന്ത്യക്ക് എക്സ്പോർട്ട് സർപ്ലസ് ഉള്ളത് US-ഉമായിട്ട് മാത്രമാണ്. എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ട് കൂടുതലാണ് ഇമ്പോർട്ടിനേക്കാളും എന്നുള്ള അവസ്ഥ ഇന്ത്യക്കുള്ളത് ആരുമായിട്ടാണ്? US-ഉമായിട്ടാണ്. മനസ്സിലായോ? നമുക്ക് കുറെ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഇത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എക്സ്പോർട്ട് മാത്രമാണ്. ഇമ്പോർട്ട് കൊണ്ടേ അതുകൂടെ ചേരുമ്പോഴാണല്ലോ ട്രേഡ് ആവുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഒരു ടോപ്പ് 10 പേര് എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യക്ക് എക്സ്പോർട്ട് സർപ്ലസ് ഉള്ളത് US-ഉമായിട്ട് മാത്രമാണ്. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക US ഇസ് ദ ഒൺലി കൺട്രി എന്ന് പറഞ്ഞിട്ട് കാണണം. ഒൺലി കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കും എന്തായാലും അല്ല 10 ഇല്ലേ വിചാരിച്ച് നിങ്ങൾ വെട്ടത്തില്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഹിറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ ആണോ? ഇനി ഇത് എന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ വെറുതെ ആഡ് ചെയ്ത സാധനമാണ്. അതായത് ഇന്ത്യയുടെ ടോപ്പ് പെർഫോമിംഗ് എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ടോപ്പ് പെർഫോമിംഗ് ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണ്? അത് ഇത്രയും ഇൻഡെപ്തിൽ അവര് കുറച്ചു കാലം മുന്നേ അവർ ചോദിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കറണ്ട് അഫെയർ ആണ്. അതായത് ഇത് നമ്മളുടെ റീസെന്റ് ആയിട്ട് നടന്നൊരു സർവേ ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നടത്തിയ MOCI നടത്തിയ ഒരു സർവേയുടെ ബേസിസിൽ ജാംനഗർ ഇൻ ഗുജറാത്ത് ഇസ് ദ ടോപ്പ് എക്സ്പോർട്ടിംഗ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ആണ്. ഈ പിക്ചറിൽ ബാക്കി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. കറണ്ട് അഫെയർ ആണ്, ഞാൻ ഒരു അപ്ഡേഷന് വേണ്ടി ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താഴെ പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സ്പോർട്ടിംഗ് ഡിസ്ട്രിക്ട് വരുന്നത്? താഴെ പറയുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, എവിടെയാ? ഗുജറാത്തിലാണ്. മോദിജി ഓർത്തോണം കേട്ടോ. ഇനി അടുത്തത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇമ്പോർട്ട് കേട്ടിരിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലായെന്ന് തോന്നുകയും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് മൊത്തം പോവുകയും ചെയ്തൊരു ചാപ്റ്റർ ആണിത് കേട്ടോ. ഇമ്പോർട്ട് എന്താ? പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതിന് എത്ര രൂപ നമ്മൾ ഇങ്ങോട്ട് പേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. വാല്യൂ ആണ്. റെഫേഴ്സ് ടു ദ പേയ്മെന്റ് ഓഫ് മെർക്കന്റൈസ് ഗുഡ്സ് ഫ്രം അതർ കൺട്രീസ്. എളുപ്പമല്ലേ? ഈസി അല്ലേ? ഇനി നോക്കിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞ 23 ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 3.2% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ്. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 3.2% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ്? 2-ൽ താഴെയാണ് അല്ലെ? 2-ൽ താഴെയാണ്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ഈസി ആയിട്ട് തെറ്റിക്കും. കാരണം 3.2 അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വിചാരിക്കും അല്ലെ. ഇവിടെ ആലോചിക്കും, ഈ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. എപ്പോഴും ആലോചിക്കണം, ഒന്ന് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്താൽ രക്ഷപ്പെട്ടു നമ്മൾ അല്ലെ.
അപ്പൊ ഇവിടെ വളരെ ഈസിലി ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സർവേന്ന് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്. മെനി ലോക്കൽ കമ്പനീസ് ആൻഡ് സം ഫോറിൻ കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ഹാവ് ടേക്കൻ അഡ്വാൻറ്റേജ് ഓഫ് ഇന്ത്യസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഓക്കെ, ഇതൊരു കാര്യം അറിയാവോ, ഈ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് വളരെ ഈസിലി മനസ്സിലാവും ഈ ക്ലാസ്സിൽ ഇരുന്ന് വായിക്കുമ്പോൾ. ഇനി ഇത് UPSC എക്സാം ഹാളാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചേ. ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. UPSC എക്സാം ഹാളിൽ നിങ്ങൾ മറ്റേ സാധനമായിട്ടായിരിക്കും, ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. UPSC പരീക്ഷയാണ്, എന്റെ ജീവിതത്തിലെ നിർണായകമായ പരീക്ഷ. ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാക്ക് പോലും ഞാൻ വിടത്തില്ല, ആൻഡ് ഓറും പോലും ഞാൻ വിടൂല. റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്. സാറോ എനിക്ക് പറയുന്നിട്ടുള്ള ലോജിക് ദൈവം എന്ന് പറഞ്ഞു പോവില്ല, ഞാൻ വെറുതെ പറയുന്നതാ. ഓക്കെ, അപ്പൊ അതെല്ലാം വെച്ച് വേണം ഞാനത് വായിക്കാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് വായിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഒന്ന് വായിച്ചേ. കൂട്ടി സൂക്ഷിച്ചൊന്ന് നോക്കിക്ക്, പെരുമാറ്റത്തിലോ സംസാരത്തിലോ എന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ? Many local companies and some foreign companies operating in India have taken advantage of India's production linked incentive scheme. സ്വാഭാവികമായും അവിടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. സം ഫോറിൻ കമ്പനീസ്. വി നോ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ്. നമ്മൾ അവിടെ ഇരുന്ന് വെട്ടി നിരത്തോന്നു. എങ്ങനെ പറ്റും ഫോറിൻ കമ്പനീസിന്? പറ്റുമോ? ഒരിക്കലും പറ്റൂല. പറ്റൂല തെറ്റിക്കാൻ സമ്മതിക്കൂലടാ, രണ്ടും തെറ്റാണ്. ഇതല്ലേ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത്. സോ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസിനാണ് എന്നുള്ള അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2-3 സെക്കൻഡിൽ ആലോചിക്കും അല്ലെ, കുറച്ചധികം സമയം ഇരുന്ന് ആലോചിക്കും. ആലോചിച്ചിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കുന്നില്ല, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നു. ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നപ്പോ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശം. അതിന് ഡൊമസ്റ്റിക് കമ്പനീസ് വന്നാലും ഫോറിൻ കമ്പനീസ് വന്നാലും ഒരു ഫോറിൻ കമ്പനി ഇവിടെ വരുവാ, ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പറയുമോ അത് പറ്റില്ല കേട്ടോ, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, ഇപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനിക്ക് മാത്രമേ നമ്മൾ ഇതിപ്പോ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട കേട്ടോ എന്ന് പറയുമോ? പക്ഷെ നിങ്ങൾ ഹാളിൽ ഇരുന്ന് ചിന്തിക്കുവോ? ഒരിക്കലും ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒരുപാട് വേണ്ട, ഒരു മയത്തില്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയല്ല, ഇപ്പൊ ശരിയല്ലേ? പക്ഷെ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം ഒരുപാട് അങ്ങ് ചിന്തിക്കാൻ പോകണ്ട. UPSC ആണ്, ഒരു മയത്തിലൊക്കെ അവർ ഇടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മറ്റു ചിലർ ഇട്ടതായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമ്മൾ എക്സ്പോർട്ട് പഠിച്ചു, ഇമ്പോർട്ട് പഠിച്ചു, ചോദ്യം വരുമ്പോ നിങ്ങൾ എങ്ങനെ തെറ്റിക്കൂ എന്നുള്ളത് പഠിച്ചു. ഇനി നമ്മൾ എന്താ ട്രേഡ് ബാലൻസ്. ട്രേഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ട്രേഡ് ബാലൻസിൽ 2 കൺസെപ്റ്റുകൾ വരും. എന്തൊക്കെയാ? ട്രേഡ് സർപ്ലസും ഉണ്ട്, ട്രേഡ് ഡെഫിസിറ്റും ഉണ്ട് അല്ലെ. ട്രേഡ് സർപ്ലസും ഉണ്ട്, ട്രേഡ് ഡെഫിസിറ്റും ഉണ്ട് അല്ലെ. അപ്പൊ ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാകുന്ന അവസ്ഥയാണ് ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് അല്ലെ. എക്സ്പോർട്ടിനേക്കാൾ ഇമ്പോർട്ട് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുട്ടികൾക്കൊക്കെ മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, എക്സ്പോർട്ട് കൂടിയാൽ ട്രേഡ് സർപ്ലസ്, എക്സ്പോർട്ട് കുറഞ്ഞാൽ ട്രേഡ് ഡെഫിസിറ്റ്. ശരിയാണല്ലോ? അപ്പൊ ഒരു ഇക്കോണമിയിൽ എക്സ്പോർട്ട് കൂടുന്ന എന്ത് കാര്യവും ട്രേഡ് സർപ്ലസിലേക്ക് ആ ഇക്കോണമി എത്തിക്കും. ശരിയല്ലേ? ഇനി ഒരു ഇക്കോണമിയിൽ ഇമ്പോർട്ട് കുറയ്ക്കുന്ന എന്ത് കാര്യവും, ഇവിടെ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്, എക്സ്പോർട്ട് കൂടുന്ന എന്തും ട്രേഡ് സർപ്ലസിന് കാരണമാകും. ശരിയല്ലേ? ഇമ്പോർട്ട് കുറയുന്നത് എന്തും ട്രേഡ് സർപ്ലസിന് കാരണമാകും. മനസ്സിലായോ? ചൈനയിൽ നിന്നും കോവിഡിന്റെ സമയത്ത് ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് അവര് കട്ട് ഡൗൺ ചെയ്തു, അല്ല നമ്മൾ കട്ട് ഡൗൺ ചെയ്തു. ശരിയല്ലേ? ഇത് കാരണം കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ശരിയല്ലേ? മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ് നവ്യ. പുറത്തുനിന്ന്, അതായത് ചൈനയിൽ നിന്നുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡിന്റെ സമയത്ത് നമ്മൾ അത് കട്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഇമ്പോർട്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈക്ലി ടു വിറ്റ്നസ് എ ട്രേഡ് സർപ്ലസ് കണ്ടീഷൻ, അല്ലെങ്കിൽ ലൈക്ലി ടു വിറ്റ്നസ് എ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് കണ്ടീഷൻ. ഭാഗ്യത്തിന് നമ്മൾ ആയില്ല കേട്ടോ. ഓക്കെ, കറണ്ട് അക്കൗണ്ട് സർക്കാസ് വരുന്നത് നമുക്ക് മനസ്സിലായില്ലല്ലേ? എന്ത് ചെയ്യാൻ, എന്റെ ബുദ്ധിപരമായ സർക്കാസ് മാർക്കും വന്നത് മനസ്സിലാവുന്നത്. ഞാൻ കുറച്ചുകൂടെ ഇറങ്ങി വരാടാ. ഓക്കെ, ഇനി ഡെഫിസിറ്റ് പാർട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾ നോക്കിക്കേ, എക്സ്പോർട്ട് കുറയ്ക്കുന്നത് എന്തും അല്ലെ, ഇമ്പോർട്ട് കൂട്ടുന്നത് എന്തും. ഇത് ഞാൻ അനലിറ്റിക്കലായിട്ട് പറയുക, എന്റെ ബുദ്ധിപരമായ സാധനമാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ താഴെ പറയുന്നതിൽ എന്തൊക്കെ ട്രേഡ് ഡെഫിസിറ്റിന് കാരണമാകാം എന്ന് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ അനലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യണം. ട്രേഡ് ഡെഫിസിറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇതാണ് കണ്ടീഷൻ, ഇതിന് കാരണമാകുന്ന എന്തൊക്കെ ഓപ്ഷനിലുണ്ട്. ആൻസർ കിട്ടി. സിമ്പിളസ്റ്റ് കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ.
ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടും, അവിടെ പോകുമ്പോൾ മരിക്കും, അതാണ് പ്രശ്നം. ഓക്കെ, ട്രേഡ് ബാലൻസ് മനസ്സിലായല്ലോ. നോക്കിക്കേ, ഇങ്ങനത്തെ വിക്രമിച്ച സാധനമൊക്കെ കാണുമ്പോഴേ മനസ്സിലാവല്ലോ ഇത് എവിടുന്നായിരിക്കുന്നു. അപ്പോ ഇന്ത്യയുടെ മെർക്കന്റൈസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡ് ബാലൻസിന്റെ ട്രെൻഡ് ആണ് സർവേ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ജസ്റ്റ് നോക്കിക്കേ, നമ്മള് 2020-21 വരെ, അതായത് ട്രേഡ് ബാലൻസ് എന്താണ് അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് മിക്കപ്പോഴും നെഗറ്റീവ് ആണ്, അതായത് ഡെഫിസിറ്റ് തന്നെയാണ്. നമുക്ക് മൈനസ് എന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഡെഫിസിറ്റിലാണ് ഇവിടെ നമ്മള്. പക്ഷെ ഈ 2020-21 സമയത്തിന്റെ ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും ഒക്കെ കണ്ടോ നമുക്കൊരു ഡിക്ലൈനിങ് ട്രെൻഡ് കാണുന്നുണ്ട് ഇവിടെ. എന്തുകൊണ്ടാ? കോവിഡ് അല്ലെ? ബിക്കോസ് ഡിക്ലൈനിങ് ട്രെൻഡ് കാണിക്കുന്ന വെച്ചാൽ ലൈക്ലി ടു വിറ്റ്നസ് സർപ്ലസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോ കണ്ടോ, ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൺട്രിയാണ്. ഇന്ത്യ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൺട്രിയാണ്. ഓക്കെ, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ ട്രേഡ് ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒഫീഷ്യലി ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഒള്ളി. ഓക്കെ, പക്ഷെ അത് എല്ലാവരും ഇത് കൃത്യമായിട്ട് അറിയാവുന്നവർ മാത്രമേ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഫ്രെയിം ചെയ്യുള്ളൂ. അല്ലാത്തവർ ഫ്രെയിം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇന്ററിം ബജറ്റ് 24-25 വരാൻ പോകുന്ന വീക്കിൽ നിങ്ങൾക്ക് ബജറ്റിന്റെ ക്ലാസ്സസ് ഉണ്ട്. അറിയാമോ? ബജറ്റിന്റെ ക്ലാസ്സസ് ഉണ്ട്. ഇനി ഇന്ററിം ബജറ്റിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഇന്ററിം ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ: ഇന്ത്യ അച്ചീവ്ഡ് ആൻ ഓൾ ടൈം ഹൈ ആനുവൽ മെർക്കന്റൈസ് എക്സ്പോർട്ട് ഓഫ് $451 ബില്യൺ ഇൻ ഫിനാൻഷ്യൽ ഇയർ 22-23. അത് ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ട് എന്ന് പറയുന്നത്, ടോട്ടൽ എക്സ്പോർട്ട് വാല്യൂ എന്ന് പറയുന്നത് 22-23 ഫിനാൻഷ്യൽ ഇയറിൽ $451 ബില്യൺ ആണ്. ഈ കണക്കുകളൊന്നും എഴുതി പഠിക്കണ്ട, ഞാൻ ഇതിന്റെ അപ്ഡേഷൻ ഞാൻ തരണമല്ലോ, എന്ത് ഉത്തരവാദിത്വമാണല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. നിങ്ങളൊന്നും എഴുതി പഠിക്കണ്ട. മെർക്കന്റൈസ് എക്സ്പോർട്ട് ഫോർ April to December 23 were $317.1 billion against $336.3 billion during April to December 22. അതായത് 2022 കണക്ക് വെച്ച് നോക്കുമ്പോൾ 2021 എക്സ്പോർട്ട് എന്ന് പറയുന്നത് 336-317, ചെറിയൊരു കുറവ് വന്നിട്ട്. മെർക്കന്റൈസ് ഇമ്പോർട്ട് ഫോർ April to December 23 were $505.1 billion against $548.6 billion during 22. അതായത് എക്സ്പോർട്ടും കുറഞ്ഞു, ഇമ്പോർട്ടും കുറഞ്ഞു. പക്ഷെ ഇമ്പോർട്ട് കുറച്ച് കൂടുതൽ കുറഞ്ഞു. മനസ്സിലായോ? കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പെർട്ടിക്കുലർ ടൈമും ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതേ ടൈമും വെച്ചുള്ള കമ്പാരിസൺ ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. കാരണം ഇങ്ങനെ ടെക്നിക്കൽ സാധനമാണ് ബജറ്റ് സർവേ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കി വെക്കുക. ആ ടൈമിലെ ഈ രണ്ട് ടൈം നോക്കുമ്പോൾ രണ്ട് ടൈമിൽ എക്സ്പോർട്ട് എങ്ങനെയാ ഇമ്പോർട്ട് എങ്ങനെയാണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. രണ്ട് ടൈമിൽ എക്സ്പോർട്ടും കുറഞ്ഞു. രണ്ട് ടൈം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മുൻ വർഷത്തെക്കാട്ടിലും ഇപ്പോ എക്സ്പോർട്ടും കുറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ ഇമ്പോർട്ട് കുറച്ച് കൂടുതൽ കുറഞ്ഞു. ഇവിടെ 336 നിന്ന് 317 എത്തുന്നതെങ്കിൽ ഇവിടെ 548 നിന്നും 505 എത്തും. ഓക്കെ ആണോ? സോ എക്സ്പോർട്ടും കുറഞ്ഞു, ഇമ്പോർട്ടും കുറഞ്ഞു, ഇമ്പോർട്ട് കുറച്ച് കൂടുതൽ കുറഞ്ഞു. ഓക്കെ, higher moderation in imports compared to exports result in a merchandise trade deficit of $188 billion in April to December 23 against $212.3 billion in April. അതായത് ഇവിടെ നമുക്കൊരു മോഡറേഷൻ കാണാം. അതായത് മെർക്കന്റൈസ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒന്ന് അയഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് അയഞ്ഞു വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പോർട്ടും കുറഞ്ഞു, ഇമ്പോർട്ടും കുറഞ്ഞു. ഓക്കെ, ഇമ്പോർട്ട് അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞതുകൊണ്ട് തന്നെ ട്രേഡ് ഡെഫിസിറ്റിൽ നമുക്ക് നമ്മളൊന്ന് മെച്ചപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. ട്രേഡ് ഡെഫിസിറ്റ് ആണ് അപ്പോഴും. മനസ്സിലായോ? സർപ്ലസ് ആയി നല്ല പറയുന്നത്. ട്രേഡ് ഡെഫിസിറ്റിൽ നേരത്തെ ഉള്ള വർഷത്തെക്കാളും കുറച്ചും കൂടി നമ്മളൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്, ഇൻവിസിബിൾസ്. ഓക്കെ, ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ പറ്റാത്തത് അല്ലെ? ഇൻവിസിബിൾസ്. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും വിചാരം നിങ്ങൾ എനിക്ക് ഇൻവിസിബിൾ ആണെന്നല്ലേ. നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കില്ലേ? ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തത്. അതേ അർത്ഥം തന്നെയാണ്. സർവീസസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് സർവീസസ്. ഇൻവിസിബിൾസിലെ ഏറ്റവും വലിയ കമ്പോണന്റ് എന്ന് പറയുന്നത് സർവീസസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻവിസിബിൾസിൽ ഒരു സെക്കൻഡ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇത്ര പറഞ്ഞു. BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്. എന്താ BOP? BOP is a systematic record of all the economic transaction of an economy with the rest of the world. ഓക്കെ ആണല്ലോ BOP. അപ്പൊ ഇനി ഈ BOP സർപ്ലസ്, BOP ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾ ആലോചിച്ചോണം, മൊത്തത്തിലുള്ള നമ്മുടെ ഇത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ടേംസ് ആണ് അത്. എന്ത് ടേം ചോദിച്ചാലും ആലോചിച്ചോണം. BOP സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്.
ഇനി ഇതിൽ BOP ഷീറ്റിൽ നമ്മൾ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് പരിചയപ്പെട്ടു. കറണ്ട് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ആണ് നടക്കുന്നത്, ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. മറ്റേ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. നമ്മൾ കടം മേടിക്കുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എവിടെയാ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. കറണ്ട് അക്കൗണ്ടിലെ കമ്പോണന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. കമ്പോണന്റുകളിലെ 3 കമ്പോണന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 1, 2, 3. 1 എക്സ്പോർട്ട്, 2 ഇമ്പോർട്ട്, 3 ട്രേഡ് ബാലൻസ്. ട്രേഡ് ബാലൻസിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൺട്രിയാണ്. നിലവിൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത് വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഓക്കെ ആണോ? ശരി. എക്സ്പോർട്ട് എന്താണെന്ന് അറിയാം, ഇമ്പോർട്ട് എന്താണെന്ന് അറിയാം, ഡെഫിസിറ്റ് എന്താണെന്ന് അറിയാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡെഫിസിറ്റ് ഉണ്ടാവുമെന്നറിയാം. ഇപ്പൊ ഒരു രാജ്യം ട്രേഡ് സർപ്ലസ് കണ്ടീഷൻ വിറ്റ്നസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊള്ളാം, ട്രേഡ് സർപ്ലസ് വിറ്റ്നസ് ചെയ്യുന്നു വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് ആണ്, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് അവർ ട്രേഡ് സർപ്ലസ് വിറ്റ്നസ് ചെയ്യുന്നത്. ശരിക്കും എക്സാക്ട്ലി അവരുടെ എക്സ്പോർട്ട് കൂടുതലാണ് ഇമ്പോർട്ടിനേക്കാളും എന്ന അവസ്ഥ കൊണ്ട് തന്നെയാണ് അവര് വിറ്റ്നസ് ചെയ്യുന്നെങ്കിൽ നല്ലതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ആലോചിക്കുക, അവര് എക്സ്പോർട്ട് കൂടുതലാണ് ഇമ്പോർട്ടിനേക്കാളും എന്ന് പറയുമ്പോ അവര് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ആവശ്യം ഉണ്ടായിട്ട് അതായത് എല്ലാ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്, ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന എല്ലാ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും പറയുന്നത്. എക്സാമ്പിൾ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, IMF ഇവിടെ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞ എന്തുവാ? 1990-കളിൽ ഇന്ത്യ ഒരു BOP ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. BOP ക്രൈസിസ് ഫേസ് ചെയ്തപ്പോ ഇവിടുന്ന് നമ്മൾ കുറെ സാധനം പ്ലെഡ്ജ് ചെയ്ത് കുറെ ഗോൾഡും സാധനങ്ങളെല്ലാം കൂടി എടുത്ത് IMF കൊണ്ടുപോയി പണയം വെക്കാൻ അല്ലെ. അന്നേരം മൻമോഹൻ സിംഗും നരസിംഹറാവു കൂടെ ചെന്നപ്പോ അവിടുന്ന് IMF ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഇക്കോണമി ഓപ്പൺ ആക്കൂ അല്ലെ. എന്താ ഓപ്പൺ ആക്കാൻ പറഞ്ഞത്? ഇന്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യണം, അടച്ചിരിക്കാതെ നിങ്ങൾ തുറക്കൂ അല്ലെ. നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങൾ ഓടി വന്ന് കടം ചോദിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ഇക്കോണമി തുറക്കൂ, ഓപ്പൺ ഇക്കോണമി ആക്കൂ. അപ്പൊ ട്രാൻസാക്ഷൻസ് നല്ല രീതിയിൽ നടക്കണം. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ട്രാൻസാക്ഷൻസ് ചെയ്യണം. അതിൽ തന്നെ എക്സ്പോർട്ട് കൂടുതലായിരിക്കുക ഇമ്പോർട്ടിനേക്കാളും, അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരിക. ഇനി അപ്പൊ നിങ്ങൾ ഒരു രാജ്യം ട്രേഡ് സർപ്ലസ് വിറ്റ്നസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം, ആ രാജ്യം കുറച്ച് ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടായിരിക്കും ഇമ്പോർട്ട് കുറഞ്ഞത്? കോവിഡ് പോലത്തെ ഒരു കാരണം കൊണ്ട് വേണമെങ്കിൽ ഇമ്പോർട്ട് കുറഞ്ഞൂടെ അല്ലെ. അപ്പൊ ഇങ്ങനെ അനലൈസ് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ ആണോ?